Hello friends, assalamu alaikum. Come on with me. Welcome back to Rimsha's Dreams World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കേക്കൊക്കെ കുക്കീസ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബട്ടറിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമ്മൾ ബട്ടർ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അമൂൽ നെയ്യാണ് കേട്ടോ ബട്ടർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് മിൽമയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബട്ടറിന് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബട്ടർ മേടിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണല്ലോ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, വേണ്ടവർ ചേർത്താൽ മതി. ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ഐസ് ക്യൂബാണ്. ഇത് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ചേർത്തുടനെ നമ്മൾ 1 മിനിറ്റ് അടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബട്ടർ നല്ലപോലെ ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐസ് ക്യൂബ് ചേർത്ത ഉടനെ തന്നെ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്യൂബ് അലിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ ഒന്നും ശരിയാവാത്ത കൺസിസ്റ്റൻസിയിലായി പോവും. ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് സോൾട്ടുള്ള ബട്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് സ്ക്വയർ മോൾഡ് ഇല്ലാത്തത് കാരണം ഗ്ലാസ് ബോളിലാണ് ഒഴിച്ചിട്ടുള്ളത്. സ്ക്വയറിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, എങ്കിലേ വാങ്ങുന്ന പോലെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഞാനതിന് അടപ്പില്ലാത്തതുകൊണ്ട് ലാമിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റോളം ഫ്രിഡ്ജിൻ്റെ താഴെ വശത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പരുവാണ് കേട്ടോ. നമ്മുടെ ബട്ടർ നല്ല പോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.